ചേട്ടാ ഇതൊന്നുമെല്ലാം തുടങ്ങുമോ പണ്ടാരം? പരിപാടി തുടങ്ങിയില്ലേ? ഇതിനായിട്ടും തുടങ്ങിയില്ലെന്ന് ഇപ്പോഴും ആപ്പിൾ ലോഗോ കാണിച്ചോണ്ടിരിക്കുന്നു. എന്താ ബുക്കും പേപ്പറൊക്കെ ആയിട്ട്? അല്ല ബുക്ക് എന്തെങ്കിലും നല്ല വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു മാറ്റാനായിട്ട്. അത് കൊള്ളാം. അല്ല സാംസങ് അവിടെ? സാംസങ്ങിന്റെ കേസ് അറിഞ്ഞില്ലേ? പടി അടച്ച് പിണ്ടം വെച്ച്. ഒരു ചാൻസ് കൂടെ സത്യം നല്ല വെറുപ്പിയിലായിരുന്നു അങ്ങേര്. ഐ ആം വെയിറ്റിംഗ്. തള്ളേ നത്തിങ്. റോഡ് സൈഡിൽ മുണ്ട് വിരിച്ചിട്ട് ഫോൺ വേണോ ചോദിച്ചിട്ട് എല്ലാവർക്കും ഫോൺ വേണ്ടെന്നാണല്ലോ ഞാൻ കേട്ടത്. ഒന്ന് പോടാ അവിടുന്ന്. വി ആർ നത്തിങ് ആൻഡ് വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് എനിത്തിങ്. നൗ ഐ ആം വാച്ചിങ്. നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആപ്പിൾ ആൻഡ് വെൽക്കം ടു ദി ഐഫോൺ ഇവന്റ്. അണ്ണാ പുതിയ ഫീച്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നാ എനിക്ക് പോണമായിരുന്നു. കാര്യങ്ങളൊക്കെ ഷടപടേ എന്ന് പറഞ്ഞപ്പോൾ തീരും. ആദ്യം തന്നെ നമുക്ക് എയർപോഡ്സ് പ്രോ 3 പറ്റി സംസാരിക്കാം. അതിലുള്ളത് 3 ഫീച്ചേഴ്സ് ആണ്. ലൈവ് ട്രാൻസ്ലേഷൻ, 2 ടൈംസ് ANC ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്റർ. അല്ല ഹാർട്ട് ഇവിടെ ഇല്ലേ? ചെവിയില് വിവരദാശി ഇല്ലേ? അറിഞ്ഞുകൂടെങ്കിൽ മിണ്ടാതിരി. ഈ വിവരദോഷിക്കുള്ള ഉത്തരം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആപ്പിൾ വാച്ച് ആണ്. ആപ്പിൾ വാച്ച് 11, ആപ്പിൾ വാച്ച് അൾട്രാ 3 ആൻഡ് ആപ്പിൾ വാച്ച് SE. അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് iPhone 17 പറ്റിയാണ്. ഫീച്ചർ പറഞ്ഞില്ല, പുതിയ ഫീച്ചർ. അപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആപ്പിൾ 17 പറ്റിയാണ്. ഗ്രൂപ്പ് സെൽഫി എടുക്കാൻ വേണ്ടി ഇനി മുതൽ ഇങ്ങനെ പിടിക്കണ്ട. നിങ്ങൾ ഇങ്ങനെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് സെൽഫി ഈസി ആയിട്ട് എടുക്കാം. സല്ലേ ഫോൺ തിരിക്കാതെ തന്നെ സെൽഫി, അത് കൊള്ളാം കേട്ടാ. അത് മാത്രമല്ല 2 48 മെഗാ പിക്സലിന്റെ ക്യാമറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫ്യൂഷൻ ക്യാമറയാണ്. അതിന്റെ അകത്തൊരു 12 മെഗാ പിക്സൽ ഒളിച്ചിരിപ്പുണ്ട്. 48 മെഗാ പിക്സലിനകത്ത് 12 മെഗാ പിക്സൽ, അതെന്തോന്നു? അത് മനസ്സിലായില്ലേ? അവര് സെൻസർ ക്രോപ്പിന് അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓ അതാണ് ബെസ്റ്റ്. പിന്നെ എടുത്തു പറയാനുള്ള ഫീച്ചർ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വന്നിരിക്കുകയാണ്. നമ്മളൊക്കെ 144 ആക്കിയപ്പോൾ അവന്മാർ 120 പിടിച്ച് ഫൈനലി. ദിസ് ഈസ് ദ ബെസ്റ്റ് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എവർ. കിണ്ടി. അടുത്തതായി ഒരു മെഗാ ഇന്നോവേഷൻ ഫോണാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ആപ്പിൾ എയർ. വളരെ കട്ട സ്ലിം ഫോൺ തന്നെ കേട്ടോ. ഈ ഫോണിന്റെ പ്രത്യേകത ഇതിന്റെ അകത്ത് സ്ഥലമില്ല എന്നുള്ളതാണ്. ക്യാമറ വെക്കാൻ സ്ഥലമില്ല, സ്പീക്കർ വെക്കാൻ സ്ഥലമില്ല, സിം വെക്കാൻ സ്ഥലമില്ല. എങ്ങനെയൊക്കെ നമ്മളൊരു 3000 mAh ബാറ്ററി ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വില നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും. 1,19,000 രൂപ ഒള്ളി. ഇതാര് വാങ്ങിക്കേ? അവന്റെ മാമനും മാമിയും മേടിക്കും ഈ ഫോൺ. അല്ലാതെ വിവരമുള്ള ആരെങ്കിലും വാങ്ങിക്കൂ ഈ സാധനം? ഓ അങ്ങനെ. Ladies and gentlemen, reintroducing 17 Pro and Pro Max with a brand new design and an ഇടിവെട്ട് സുഗുണൻ ഓറഞ്ച് കളർ. സല്ലേ റിയൽമി GT7 സെയിം കളർ. നിനക്ക് ഈ സെയിം കളർ ഉണ്ടോ? പിന്നെ എടുത്തത് ആ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ. ശരിയാണല്ലേ. A19 Pro എന്നുള്ള ചിപ്സെറ്റ് ആണ് ഇതിന്റെ അകത്തിരിക്കുന്നത്. അതിന്റെ പവർ കാരണം നല്ല ചൂടാവുന്നത് കൊണ്ട് നമ്മൾ കൊണ്ടുവരുന്നു വേപ്പർ കൂളിംഗ് ചേംബർ. ഇപ്പോഴാണ് വേപ്പർ കൂളിംഗ് കൊണ്ടുവരുന്നത്. പേപ്പർ കൂളിംഗ് നമ്മളൊക്കെ എന്നേ കൊണ്ടുവന്ന സാധനം ഇവിടെ. ഈ വേപ്പർ കൂളിംഗ് ചേംബർ സിസ്റ്റം നമ്മുടെ സ്വന്തം. എന്തോ എങ്ങനെ? അതായത് നമ്മുടെ സ്വന്തം ഐഫോണിൽ ആദ്യമായി വരുന്ന വേപ്പർ കൂളിംഗ് ചേംബർ. ഇപ്പൊ കറക്റ്റ്. ആദ്യമായി ഐഫോണിൽ റിഫ്ലക്ഷൻ കട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ വരുന്നു. സാംസങ്ങിന്റെ പൊക്കി. ഇനി മുതൽ നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും ക്യാമറ ഒരുമിച്ച് യൂസ് ചെയ്യാം. ബാക്കും ഫ്രണ്ടും വെച്ച് വീഡിയോ എടുക്കാൻ. ഇതൊക്കെ എന്ന് വന്ന സാധനം അളിയാ ഇതൊക്കെ. ഏറ്റവും വലിയ മെഗാ ഫീച്ചർ എന്തെന്ന് വെച്ചാൽ മെഗാ ഫീച്ചർ പറയണ. ഇനി മുതൽ നിങ്ങൾക്ക് നാട്ടുകാരെ കാണിക്കാനായി ഐഫോൺ തൂക്കിയിട്ടോണ്ട് നടക്കാം. തൂക്കിയിട്ടോണ്ട് നടക്കാനാ? അണ്ണാ കണ്ടന്റ് ക്ഷാമം അണ്ണാ. കണ്ടന്റ് ക്ഷാമം. എന്നാ പിന്നെ കാഴ്ച നീ കുറെ ഫീച്ചർ എനിക്ക് പറഞ്ഞ. ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാനാ. നിങ്ങളിപ്പോ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ പണ്ട് നമ്മളെ ഫോണിലുള്ള സാധനങ്ങളാണ്. ഇനി എന്തോന്ന് പറയേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ഫോൺ ഇറക്കണേ ഈ ഇരിക്കുന്ന ആപ്പിൾ ഫാൻസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോടെ? അത് കേട്ടാ മതി. അല്ല പിന്നെ നീ വേടാ എവിടെ നിന്ന്. അപ്പം മറ്റേ സെൽഫി ക്യാമറയുടെ സാധനം മാത്രമേ ഉള്ളൂ. താങ്ക്സ് അണ്ണ. ഈ വർഷം എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്ത വർഷം കുറെ കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് അടുത്ത കുറെ ഇന്നോവേഷനുമായി നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലവ് യു ഓൾ. Good morning, ladies and gentlemen. Welcome to your favorite. Hello, ladies and gentlemen. iPhonePhobias presents the one and only iPhone 17 Pro unboxing and first impression. ഇത് ദുബായിൽ നിന്നും മേടിച്ച പീസായതുകൊണ്ട് തന്നെ ഈ സിം മാത്രമേ ഇതിൽ അവൈലബിൾ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് സിം കാർഡ് ഇടാനുള്ള ട്രേ ഇല്ല. പിന്നെ ഓറഞ്ച്
അതെ, ഓറഞ്ച് കളർ ഫോണാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ടു ബി ഓണസ്റ്റ്, ഐ എം വെരി എക്സൈറ്റഡ് ടു അൺബോക്സ് ദിസ് ബിക്കോസ് ദ കളർ ഇസ് എക്സൈറ്റിംഗ്, ദ ഫോൺ ഡിസൈൻ ലുക്സ് ഡിഫറെൻറ്റ്, അകത്തിരിക്കുന്ന ഹാർഡ്വെയർസ് ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ മാറിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു iPhone 17 Pro. എയർ, ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ എയർ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അത് ഏത് മനുഷ്യർക്കാണ് ആ ഒരു ഫോണിൻ്റെ ആവശ്യമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ലിം ഫോണിനൊരു ആവശ്യം ഉണ്ടെന്നോ, ഒരു പക്ഷേ അതൊരു ഫ്യൂച്ചർ പ്രോഡക്ട്സിലോട്ട് ചിലപ്പം നോക്കി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതായത് ഒരു ഫോൾഡബിൾ ഫോണോ അല്ലെങ്കിൽ അമ്മാരെ ഈ പറയുന്ന ഗ്ലാസസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ആ ഫോണിന് അത്രയും പോരായ്മകളുള്ളൊരു ഫോൺ അത്രയും പൈസ കൊടുത്ത് ആര് മേടിക്കുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കറിയില്ല. ഒരുപാട് ക്രിയേറ്റേഴ്സൊക്കെ വന്നിരുന്ന് ഹൈപ്പ് അടിക്കുന്നുണ്ട്, പക്ഷേ അതെന്തിനാണ് നിങ്ങൾ ചെയ്യണമെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്താണെങ്കിലും iPhonePhobias ആണ് എനിക്ക് ഇത് സെറ്റ് ചെയ്ത് തന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് അംജദ് ആൻഡ് ഗ്യാങ്, സോ ഹാപ്പി. ആൻഡ് ലെറ്റ്സ് അൺബോക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കോസ്മിക് ഓറഞ്ച് എന്നാണ് ഈ കളറിൻ്റെ പേര്. 256 GB ഞാൻ മേടിച്ചത്. 1 TB 10 TB ഒന്നും ഞാൻ മേടിച്ചില്ല. 256 ഇസ് മോർ ദാൻ ഇനഫ് ഫോർ മീ. എനിക്ക് വ്ളോഗ് എടുക്കാനാണെങ്കിലും അത്യാവശ്യം ഫോട്ടോസ് എടുക്കാനും എൻ്റെ ഒരു ആപ്സ് ഒക്കെ വെക്കാനൊക്കെ മോർ ദാൻ ഇനഫ് ആയതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പിന്നെ ബിക്കോസ് നമുക്ക് ഏതാണ്ട് 512 GB ഈ ഫോൺ ഉള്ളത് കൊണ്ട് മറ്റ പരിപാടി എന്തിനാണെങ്കിലും വന്നിരിക്കുകയാണ്. ആൻഡ് iPhone 17 റിവ്യൂ വരുന്നതായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ ഒരു വില കൂടുതലാണ്. അതൊന്ന് കുറച്ച് വില കുറയട്ടെ, എന്നിട്ട് നമുക്ക് 17 ഒരു റിവ്യൂ ഇടാം. അതേപോലെ എയർപോർട്സ് 3 വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് അൺബോക്സ്. അമ്മേ, തറയിലൊന്നും വീഴല്ലേ. ഇതായിരിക്കുന്ന ഗൈസ്, ദ ബ്രാൻഡ് ന്യൂ ഓറഞ്ച് കളർ. ഓ മൈ ഗാഡ്. പെട്ടിയിനകത്തൊരു കിണ്ടിയും കാണത്തില്ല. ഒരു കേബിൾ ടൈപ്പ്. ബൈ ദ വേ, ഈ ഫോൺ 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ഒരു ചാർജർ മേടിക്കണം. ആപ്പിളിൻ്റെ ചാർജർ തന്നെ യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുള്ളൂ. മറ്റേലൊന്നും കുത്തിയിട്ടിന്ന് ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുക്കും പേപ്പറും ഇല്ലേ? ഒരു കേബിള് മാത്രമേ ഉള്ളാടെ. ഇതും തരണ്ടായിരുന്നു. അല്ല, ഇത് ബുക്കും പേപ്പറും ഇല്ല. വേണ്ട, ആകെ താണ്ട ഈ ഒരു സാധനമാണ് തന്നേക്കണം. കുറെ ലാഭിക്കണം. ഇതൊക്കെയാണ് എനിക്ക് പോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പോട്ടെ. അപ്പോൾ ഫോൺ മാത്രമേ ഉള്ളൂ. ഓ ഗൈസ്, ദിസ് കളർ ലുക്സ് സ്റ്റണ്ണിങ് ആസ് ഹെൽ. ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. സാധനം പൊളിയാണ് കേട്ടോ. നല്ല ഒരു റഗ്ഡ് ഫീലടെ, ഒരു എന്താ പറയുക, ഒരു ഭയങ്കര മറ്റേ സ്ലിം സ്ലീക്ക് ആയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. അത് മോഡലാണ് നമ്മുടെ 5G മറ്റേ സാധനം ഉണ്ടല്ലോ, മില്ലിമീറ്റർ വേവ്, അതിൻ്റെ ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് തിങ് കാണിച്ചു തരാം. ആൻറ്റി റിഫ്ലക്റ്റിങ് എന്തൊക്കെയോ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല റിഫ്ലക്ഷൻ ഉണ്ടല്ലോ എപ്പോഴും. ഒരു ചെറിയ കുറവുണ്ട് കേട്ടോ, പക്ഷേ ഭയാനക റിഫ്ലക്ഷൻ കട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ഫ്രണ്ട് ക്യാമറ സെൽഫി 24 മെഗാപിക്സലിൻ്റെ സ്ക്വയർ സെൻസറാണ്. അതിൽ നമുക്ക് 18 മെഗാപിക്സലിൻ്റെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. 24 മെഗാപിക്സൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഈ സിം ആണ്. അത് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് വലിയ പിടിയില്ല. ലെറ്റ് മീ ട്രൈ ടു ഡു സംതിങ്. ഓ യെസ്, ഹലോ എന്നൊക്കെ എഴുതി കാണിച്ചിരിക്കുകയാണ്. പല ലാംഗ്വേജുകളിൽ ഹലോ വന്നിട്ടുണ്ട്. നല്ല കിടിലം സ്ലിം ആയിട്ടുള്ള ബെസൽസ് കേട്ടോ. യാതൊരു ഇതും ഇല്ലടേ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. Man, I love this color. This color is so nice. ഓ, ഇവിടെ മാത്രം സെറാമിക് മറ്റേ ഗ്ലാസ് ആണ് വരുന്നത് വയർലെസ് ചാർജിങ്ങിന് വേണ്ടി. ബാക്കിയെല്ലാം ഒരു യൂണിബോഡി. ഇതെല്ലാം ഇവിടെയൊക്കെ ആൻറ്റിന ഉണ്ട്. ഈ ഒരു സാധനത്തിന് ചുറ്റും നമ്മളുടെ ആൻറ്റിന വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ക്യാമറ അറേരെ അവിടെയൊക്കെ ആൻറ്റിനയാണ്. നൈസ്, ബ്യൂട്ടിഫുൾ ഫോൺ കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ഈ കളർ പൊളിച്ച് എന്തിനാണെങ്കിലും. ഐ ലൈക്ക് ഇറ്റ്. മലയാളവും മലയാളത്തിന്റെ സപ്പോർട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ലാംഗ്വേജിൽ മലയാളം കിടക്കണം. എനിക്ക് വയ്യ, പണ്ടേ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ എപ്പോഴായിട്ടാണ് നേരാണ് കാണുന്നത്. മീഡിയം ലാർജ് ഡിഫോൾട്ട് മതി. ഞാൻ എന്തായാലും ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാം. ഹായ് ഗൈസ്, അങ്ങനെ ഞാനൊന്ന് കറങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. സോ ഐ യൂസ്ഡ് ഇറ്റ് ഫോർ കുറച്ച് സമയം. അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ നമുക്കൊരു ചിപ്സെറ്റിൻ്റെ പറ്റി പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റി പറയാനോ ബാറ്ററി ലൈഫിനെ പറ്റി പറയാനോ ഒന്നും സമയമില്ല. ബിക്കോസ് ഞാൻ വളരെ കുറച്ച് ഈ ഫോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിലെടുത്ത് പറയാനുള്ളതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇറ്റ് ഈസ് എ ഹെഡ് ടേണർ. ഈ ഒരു കളറും ഈ ഒരു ക്യാമറ പ്ലേറ്റോ ഡിസൈനും ആൾക്കാർ നോക്കുന്നുണ്ട്. അവർ യവം പുതിയ ഐഫോൺ മേടിച്ചടെ
എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഐഫോൺ യൂസർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനവും അത് തന്നെയായിരിക്കും. ഡിസൈൻ വൈസ് ദിസ് ഐഫോൺ ലുക്സ് ബ്യൂട്ടിഫുൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് ടു ഗുഡ്. ദിസ് ഓറഞ്ച് കളർ സോ ഗുഡ്. പിന്നെ ഇവിടെ ഒരു സെറാമിക് മറ്റേ പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ആൻറ്റി ഗ്ലെയർ വരുന്നുണ്ട്. എനിക്ക് അത്ര ഭയങ്കര മറ്റേ സാംസങ് ലെവൽ ഓഫ് ആൻറ്റി ഗ്ലെയർ ആയിട്ടൊന്നും തോന്നിയില്ല. ഒരു ഇത്തിരി ഗ്ലെയർ കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ബട്ട് ദ ഡിസ്പ്ലേ ഇസ് ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആമലഡ് പാനലാണ് കൊടുത്തേക്കുന്നത്. സാംസങ് ആണ് കൊടുത്തേക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. നമുക്ക് ഔട്ട്ഡോർ വ്യൂയിങ്ങിനൊന്നും യാതൊരു പ്രശ്നമില്ല. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സോ അങ്ങനെ എന്തോണം വരുന്നത്. ഇറ്റ്സ് എ വെരി ബ്രൈറ്റ് ഡിസ്പ്ലേ. വളരെ ബെസൽ കുറഞ്ഞ, അത്യാവശ്യം ക്ലിയർ ഒക്കെ കട്ട് ചെയ്യുന്ന, വളരെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറയെ പറ്റി എനിക്ക് പറയാനുള്ളത് 3 48 മെഗാ പിക്സലിൻ്റെ സെൻസേഴ്സ് ആണ് വരുന്നത്. ഒരു പുതിയ 4x ടെലിഫോട്ടോ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ആ ഒരു സെൻസർ നീഡ് റിയലി ഗുഡ് ലൈറ്റിംഗ് കണ്ടീഷൻ. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പ് ഇമേജസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊന്നൊരു ക്രിയേറ്റർ HQ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയായിരുന്നു. അവിടെ വെച്ച് ഐ സോ സമ്മൺ ആൻഡ് പുള്ളിയുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. ദിസ് ഈസ് ടേക്കൺ വിത്ത് ദ 4x ടെലിഫോട്ടോ. ഈ ഫോട്ടോ കണ്ടല്ലോ. ഇപ്പം ഞാൻ ഇതേ സാധനം നമ്മുടെ OnePlusൽ ഞാൻ എടുത്തായിരുന്നേ. ജസ്റ്റ് സീ ദ ഡിഫറൻസ്. ഐ നോ ലൈക്ക് സ്കിൻ ടോൺ അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡയലോഗ് അടിക്കുമായിരിക്കും. പക്ഷേ ഐ ഫീൽ OnePlusൻ്റെ ഇമേജ് ഹാസ് മോർ ഡീറ്റെയിൽസ്. ഫോട്ടോഗ്രാഫിയിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ഐഫോൺ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും ഐ തിങ്ക് ദേ ആർ ബാക്ക്. അതായത് വിവോ X200-നും Xiaomi 15 Ultra വെച്ച് നോക്കുന്ന സമയത്ത്, ഈവൻ OnePlus 13 വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ നോട്ട് ദാറ്റ് ഗ്രേറ്റ് മാൻ. നോട്ട് ദാറ്റ് ലൈക്ക് യു ക്യാൻ ടേക്ക് ഒരു ട്രൂ ടു ദ കളർ ഫോട്ടോസ് എടുക്കാം എന്നുള്ളതല്ലാതെ ഐ ഡിഡ്ന്റ് ഫൈൻഡ് എനിത്തിങ് ഗ്രേറ്റ്. പക്ഷേ ഫ്രണ്ട് സെൽഫി ക്യാമറ ഇസ് ടു ഗുഡ്. ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും ഞാൻ പറഞ്ഞു, നമുക്ക് വീഡിയോ എടുക്കണമെങ്കിലും ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കുക. 4K 30 FPS നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് ഇതുപോലെ വ്ളോഗ് വീഡിയോ ചെയ്ത്, ദിസ് ഈസ് ആക്ച്വലി വ്ളോഗേഴ്സിന് ഈ ഫ്രണ്ട് ക്യാമറ വേറെ ലെവൽ ഗുണമാണ്. ഗൈസ്, ഇതാണ് 4K 30 FPS അൾട്രാ വൈഡ് ഇട്ടിട്ടുള്ള ലുക്ക്. 1x 2x കാണില്ല, മോന്ത കണ്ടില്ല, 4x തിരിച്ച് 5x. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 48 മെഗാ പിക്സൽ, നമുക്ക് 24 മെഗാ പിക്സൽ ബിഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. അത്യാവശ്യം സ്റ്റേബിളാണ്. നമുക്കറിയാലോ ഐഫോൺ ഈസ് ഓൾവേസ് നോൺ ഫോർ ടേക്കിംഗ് വ്ളോഗ്സ്. വീഡിയോ എടുക്കാൻ അണ്ണം കഴിഞ്ഞേ ഉള്ളൂ. 4K 30 FPS 60 ഇടേണ്ട ആവശ്യമില്ല. 60 ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K 60 FPS ഇസ് ഫോർ ടേക്കിംഗ് സ്ലോ മോഷൻ. അതായത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കണമെങ്കിൽ യു ക്യാൻ ടേക്ക് 4K 60 FPS. പക്ഷേ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് 4K 30 FPS ഇസ് മോർ ദാൻ ഇനഫ്. സോ യാ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഇതാണ്. നമ്മളിപ്പോൾ ഒരു വെളിച്ചത്തോട്ട് ഇരുട്ട് എൻവയൺമെൻറ്റിൽ നിന്നും നമ്മളിപ്പോൾ ഒരു വെളിച്ചത്തോട്ടൊക്കെ കയറണമെങ്കിൽ അൾട്രാ വൈഡിൽ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാവരും വ്ളോഗ് എടുക്കുന്നതും അൾട്രാ വൈഡിലാണ്. സോ യാ, 4x 8x വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 1x കുറച്ചും കൂടെ കൈ നീട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും വിത്ത് പ്രോപ്പർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ്. അൾട്രാ വൈഡിൽ OIS ഇല്ല. സോ ഇതിലാണ് OIS ഉള്ളത്. പക്ഷേ അൾട്രാ വൈഡ് നമ്മളിട്ട് നടന്നാൽ പോലും വളരെ ഗംഭീരമായിട്ടാണ് ആപ്പിൾ ചെയ്തേക്കുന്നത്. അതൊരു ബിട്രേറ്റ് അവന്മാർ സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ടായിരിക്കും. അത് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഐഫോണിൻ്റെ ഒരു പ്രത്യേകതയാണത് വീഡിയോ എടുക്കുന്ന സമയത്ത്. സോ എന്താണെങ്കിലും ദിസ് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ വീഡിയോ ഫ്രം iPhone 17 Pro. നമുക്ക് മറ്റേ ഈ സ്പേഷ്യൽ ഒരു പരിപാടി വരുന്നുണ്ട്. നമുക്ക് ആൾക്കാർ കയറുന്നതനുസരിച്ചിട്ട് ഈ സാധനം മറ്റേ വലുതാക്കി ചെറുതാക്കുന്ന കുറച്ച് പരിപാടിയുണ്ട്. സ്ക്വയർ ഷേപ്പ് സെൻസർ ആയതുകൊണ്ട് സ്ക്വയർ ഷേപ്പ് 24 മെഗാ പിക്സൽ, അതിൽ 18 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ ക്രോപ്പ് ഇൻ ചെയ്യുന്ന ഫോട്ടോസ് 7 മെഗാ പിക്സലാണ് കേട്ടോ. ഡീറ്റെയിൽസ് കുറയും. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ബട്ട് ദ ഫ്രണ്ട് സെൽഫി ഈസ് ആക്ച്വലി റിയലി ഗുഡ്. ദ ഡിസൈൻ ലുക്സ് വെരി നൈസ്. പിന്നെ നിങ്ങൾക്ക് പ്രോ റെസൊല്യൂഷൻ റോ എന്നൊക്കെ പറയുന്ന ആപ്പിളിൻ്റെ കോഡക്ക്, ആപ്പിൾ സാധനങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ ജെൻ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഇറ്റ്സ് അഗെയിൻ നിങ്ങൾക്ക് ഒരേ സമയത്തിന് ഒരുപാട് ക്യാമറാസ് ഒരേ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ജെൻ ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ. അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് സാധനങ്ങളുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നിയത് ഇതിൻ്റെ സെൽഫി ക്യാമറയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സ്മൂത്ത്, വെരി ഫ്ലൂയിഡ്.
ഞാൻ പറയില്ലേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ ഗെയിമൊക്കെ കളിച്ച് പിന്നെ നമ്മളുടെ ദുബായ് ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള ഈ ക്ലൈമറ്റിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഫോണ് ചൂടാവുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോണ് കംപ്ലീറ്റ്ലി അത് നമ്മളുടെ യൂസ് സിനാരിയോയിലോട്ട് വരണമെങ്കിൽ മിനിമം ഒരു 4-3 ദിവസം എടുക്കും. 3-4 ദിവസം എടുക്കും. അപ്പോൾ അതുവരെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഹീറ്റിംഗ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. സോ അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം ഇതിൻ്റെ ഒരു പക്ക റിവ്യൂ ആയിട്ട്. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തന്നെ നമുക്ക് എയർപോഡ്സ് പ്രോ 3ൻ്റെ റിവ്യൂ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 17ൻ്റെ റിവ്യൂ മിക്കവാറും അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമായിരിക്കും പതുക്കെ ഞാനത് സെറ്റ് ചെയ്യാം. ബിക്കോസ് ഐ ഫീൽ ഈ വർഷം iPhone 17 is more than enough. iPhone 17 is definitely one of the best iPhone ഈ വർഷം ഇറങ്ങിയതിൽ. പിന്നെ ആപ്പിൾ എയർ ഒന്നും കൂടെ നേരത്തെ പറയുന്നു ഈ ചാനലിൽ വരത്തില്ല. ഐ ഫീൽ ഇറ്റ്സ് നോട്ട് അപ് ടു ദ പൈസ വിച്ച് വി ആർ ഗിവിങ്. നോട്ട് അറ്റ് ഓൾ. ഒരു കാരണവശാലും ആ കാശ് കൊടുത്ത് ഞാൻ പറയും, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ദൈവത്തിന് ഓർത്ത് ആ ഫോൺ മേടിക്കില്ലെന്നാണ്. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. You can go, but if you ask me, I would say please skip that phone and buy this instead, or you can take 17 എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ഫുൾ റിവ്യൂ വരുന്നേരിക്കും. ബൈ.